നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? I am Pratin Barat. Welcome back to my channel. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ തുഗു നഗാര, അതായത് നാഷണൽ മോണുമെന്റ് ഓഫ് മലേഷ്യയിലെത്തി. ഇത് ഇവിടുത്തെ ഒരു ഡോം ആണ്. ഇതിന്റെ അടിയിൽ എക്കോ ഉണ്ട്. അത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. കോലാലംപൂരിൽ നമ്മുടെ നാട് പോലെ അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ലൈം വിത്ത് മാംഗോ ജെല്ലി മേടിച്ചു കുടിച്ചു. ഈ ജ്യൂസിന് 5 റിംഗറ്റ് ആയിരുന്നു വില, അതായത് നമ്മളെ നാട്ടില് 100 റുപ്പീസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. നെക്സ്റ്റ് ഞങ്ങൾ പോയത് നാഷണൽ മോസ്ക് ഓഫ് മലേഷ്യ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കാണുന്നത് മോസ്കിന്റെ റൂഫാണ്. മറ്റുള്ള മോസ്കുകളെ പോലെ ഇതിന്റെ ഡോം റൗണ്ട് ഷേപ്പ് അല്ല, പക്ഷേ ഒരു അംബർല മറിച്ചിട്ട പോലത്തെ ഷേപ്പാണ്. അത് ഇവിടുത്തെ റിലീജിയസ് ഹാർമോണിക്കാണ്. ഞങ്ങളുടെ പുറകിൽ കാണുന്ന ബിൽഡിംഗ് ആണ് മർദേക്ക 180. This is the tallest building in Southeast Asia and the tallest in the world after Burj Khalifa. ഇവിടെ നിന്ന് നമുക്ക് മലേഷ്യയിലെ മെയിൻ ടവർ ഒക്കെ കാണാൻ കഴിയും. ഈ കാണുന്നതാണ് പഴയ പെട്രോണാസ് ടവർ. അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് KL ടവർ. ആ ഭാഗത്താണ് കോലാലംപൂരിലെ ഏറ്റവും ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. നെക്സ്റ്റ് ഞങ്ങളുടെ ഡ്രൈവർ അങ്കിൾ കൊണ്ടുപോയത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ്. നിങ്ങൾക്കറിയാമോ, മലേഷ്യയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാണ്. നമ്മളെ തമിഴും ഇവിടെ ഒരു കോമൺലി സ്പോക്കൺ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ തമിഴിലും എഴുതിയിട്ടുള്ളത്. ഇവിടെ മലേഷ്യയിലെ എല്ലാ സ്റ്റേറ്റ്സിന്റെയും ഫ്ലാഗ്സ് ഉണ്ട്. ഈ കാണുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലാഗ് പോസ്റ്റ്. ഈ ഭംഗിയുള്ള സ്ട്രീറ്റില് ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇതാണ് റിവർ ഓഫ് ലൈഫ്. ഇവിടെ 2 മേജർ റിവർ കൺവെർജ് ആകുന്നുണ്ട് ഗൈസ്, ക്ലാങ് റിവർ ആൻഡ് ഗോംബാക് റിവർ. ഇവിടെ നല്ല ആർട്ട് വർക്ക് ഒക്കെ ഉള്ള വാൾസ് കാണാം. ഇത് മലേഷ്യയിലെ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഷോക്കേസ് ചെയ്യുന്ന ചിത്രങ്ങളാണ്. രാത്രി നല്ല ഭംഗിയുള്ള ഫൗണ്ടനും ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഞങ്ങളുടെ ഡ്രൈവർ അങ്കിൾ പറഞ്ഞു. ഇനി നമ്മൾ പോയത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് സ്ഥലത്തേക്കാണ്, കൊക്കോ ബോട്ടിക് എന്നറിയപ്പെടുന്ന ചോക്ലേറ്റ് ഫാക്ടറി. ഇവിടെ 300 വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഇവർ നമുക്ക് ഫ്രീ ആയി ടേസ്റ്റ് ചെയ്യാനും തരും. ഇവിടുന്ന് ഞങ്ങൾ മലേഷ്യൻ സ്പെഷ്യലായ ഡൂറിയൻ ചോക്ലേറ്റും ടേസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഞങ്ങൾ മലേഷ്യയിലെ ഏറ്റവും ഐക്കോണിക് ആയ പെട്രോണാസ് ട്വിൻ ടവറിലെത്തി. ഈ ടവറിൽ 88 ഫ്ലോർസ് ഉണ്ട്. അതില് 41st and 42nd സ്കൈ ബ്രിഡ്ജ് ഉള്ളത്. നിങ്ങൾക്കറിയാമോ, ഇതിലൊരു ടവർ ബിൽഡ് ചെയ്തത് ജാപ്പനീസ് കമ്പനിയും മറ്റേ ടവർ ബിൽഡ് ചെയ്തത് കൊറിയൻ കമ്പനിയുമാണ്. ഇവിടെ വേറെയും കുറെ ടവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകേണ്ട സമയമായി. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് മലേഷ്യയിലെ മഴയും കണ്ടു.
വരുന്ന വഴിയിൽ ഞങ്ങൾ മലേഷ്യൻ ഫുഡും കഴിച്ചു. നമ്മളെ നാട്ടിലെ പോലെയല്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു സൊവനിയർ ഷോപ്പിലൊക്കെ കയറി കുറച്ച് സൊവനിയർ ഒക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ മെൽബണിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് കയറി. ഇതൊരു വലിയ ടെർമിനലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ കുറെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെ കണ്ടു. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ ഞങ്ങൾ നാവിഗേറ്റർ ഒക്കെ യൂസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മെൽബണിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിന്റെ ഗേറ്റിലെത്തി ഗായ്സ്. ഇത് ഞങ്ങൾ വന്ന പോലെയല്ല, ഇതൊരു വലിയ ഫ്ലൈറ്റ് ആണ്. ഈ ഫ്ലൈറ്റിൽ സ്ക്രീനും ഉണ്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് 9 hours ജേർണി ഉണ്ട്. മെൽബണിലേക്കുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് കോലാലംപൂരിന്റെ നൈറ്റ് വ്യൂ കാണാൻ പറ്റി. അറ്റ് ലാസ്റ്റ് വി ഹാവ് ലാൻഡഡ് ഇൻ ഓസ്ട്രേലിയ. ഇനി ഞാൻ എൻ്റെ ഓസ്ട്രേലിയൻ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെ ബൈ. ഫ്രണ്ട്സ്, മലേഷ്യയെ കുറിച്ച് ഞാനൊരു സ്മോൾ ക്വിസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണേ. If you like my video, please like, share and subscribe. Thank you.